റീനീറ്റ് 2026 കഴിഞ്ഞ് നമ്മളെല്ലാവരും തന്നെ സ്റ്റുഡൻസും പേരൻസും വ്യത്യസ്ത തരങ്ങളായിട്ടുള്ള മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനി എന്ത് സ്റ്റെപ്പിലേക്കാണ് മുന്നോട്ട് പോവുക, നമുക്ക് ഇപ്പോഴുള്ള സ്കോർ ഉപയോഗിച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കിട്ടും, എവിടേക്കൊക്കെ എത്താൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഒക്കെ ശ്രമിച്ച് നമ്മളുടെ ഒരു മെൻ്റൽ ക്ലോഗിങ് വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ എല്ലാ വർഷവും ഉണ്ടാവാറുള്ളതാണ് ഈ പ്രശ്നമെങ്കിലും ഇത്തവണത്തെ പ്രശ്നം കുറച്ചുകൂടി ഗുരുതരമാണ്. ഒരുപാടധികം ഫാമിലീസിനെ തന്നെ എഫക്ട് ചെയ്യുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. മെയ് 3 നടന്ന എക്സാം ആയിരുന്നുവെങ്കിൽ ഇപ്പം ഉണ്ടാകുന്ന ഈ പ്രശ്നത്തിന് ഇത്രയധികം ഇൻറ്റൻസിറ്റി ഉണ്ടാവില്ല, കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്നുള്ള രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അന്ന് എക്സാം നടന്നതും എക്സാം ക്യാൻസലാക്കിയതും അതിനുള്ളിലൂടെ വേരിയസ് ആയിട്ടുള്ള മെൻ്റൽ ട്രബിളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയതും നല്ല സ്ട്രെസ് അനുഭവിച്ചതും എല്ലാം വെച്ചിട്ട് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടി നിൽക്കുന്ന തരത്തിലാണ് നമ്മൾ കാണുക. ഈ വർഷത്തെ എക്സാമിനൊരു 600 മുകളിലേക്ക് അല്ലെങ്കിൽ 580 570 മുകളിലേക്കൊക്കെ മാർക്ക് വാങ്ങി നിൽക്കുന്ന ആൾക്കാർ ചെറിയൊരു സമാധാനത്തിലോ ആശ്വാസത്തിലോ ആണ് നിൽക്കുന്നതെങ്കിലും അതിന് താഴേക്ക് മാർക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് താഴേക്ക് സ്കോർ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, ഇനി സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാവരും ഇങ്ങനത്തെ ഒരു ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. നിങ്ങൾ ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഓപ്ഷനിൽ നിൽക്കുന്ന ആൾക്കാർ, അതായത് ഒരിക്കൽ കൂടി ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇനി റിപ്പീറ്റ് ചെയ്യണോ, ഇനി റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു എനർജി നമ്മുടെ കയ്യിലില്ല, ഞാനിത് മൊത്തം നിർത്തുകയാണ്, പക്ഷേ ഏത് കോഴ്സാണ് ഞാൻ എടുക്കേണ്ടത്, ഇനി വേറൊരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു തൃപ്തി ഉണ്ടാവുമോ, എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോവുക. ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര പേടിയാണ് വേറൊരു കോഴ്സ് എടുത്ത് മുന്നോട്ട് പോകാൻ. കാരണം 1-2 വർഷം ഓൾറെഡി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഇനി നമ്മൾ വേറൊരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് ട്രൈ ചെയ്യാത്തതിൻ്റെ കുറ്റബോധം നമുക്ക് ഉണ്ടാവില്ലേ, ലൈഫ് ലോങ് അത് നിലനിൽക്കില്ലേ എന്നുള്ളതൊക്കെ പല തരത്തിലുള്ള സ്റ്റുഡൻസും പാരൻസും ഒക്കെ ചോദിക്കുന്നുണ്ട്. പല സ്റ്റുഡൻസും പാരൻസിനോട് സംസാരിക്കുന്നില്ല, പല പേരൻസും സ്റ്റുഡൻസിനോട് സംസാരിക്കുന്നില്ല. വീടിൻ്റെ ഉള്ളിലുള്ള ഡൈനാമിക്സ് തന്നെ കൊളമായിട്ട് നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള എല്ലാ ആളുകളെയും ഒരു സ്ഥലത്തേക്ക് ഗ്യാദർ ചെയ്യിപ്പിച്ച് കുറച്ച് സൈക്കോളജിസ്റ്റുകൾ വളരെ വിദഗ്ധമായിട്ട് തന്നെ ഇരുന്ന് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു ഗ്രൂപ്പ് തെറാപ്പി എല്ലാം തന്ന് നമ്മളൊന്ന് ഗ്രൗണ്ടഡ് ആയി കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മളുടെ ജേണി, ഇത് നീറ്റ് ജേണി തുടങ്ങിയ ഒരു കാലം മുതൽ തന്നെ എങ്ങനെയായിരുന്നു നമ്മളുടെ ആഗ്രഹം, എന്തുകൊണ്ടാണ് നമ്മളിത് തുടങ്ങിയത്, എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോയത്, പഠനത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും മനഃശാസ്ത്രപരമായിട്ട് നമ്മളിങ്ങനെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഓരോ സ്ലൈസിലും നമ്മൾ വരുത്തിയിട്ടുള്ള അഡ്വാൻസ്മെൻറ്റുകളും നമ്മൾ പുറകിലേക്ക് പോയ കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ടൊന്ന് മെഷർ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ 1-to-1 ആയിട്ട് തന്നെ കുറച്ച് കൗൺസിലിംഗ് സെഷൻസ് നിങ്ങൾക്ക് തരാനൊക്കെ പറ്റുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ഒരുപാട് പേർക്ക് ഡിസിഷനിലേക്ക് പോകാൻ വേണ്ടി സഹായിക്കും. തീർച്ചയായിട്ടും ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഡിസിഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ, നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപറ്റം ഡോക്ടർമാർക്കും സൈക്കോളജിസ്റ്റുകൾക്കും മനഃശാസ്ത്ര വിദഗ്ധർക്കും എല്ലാവർക്കും സാധിക്കുന്നുണ്ടാവും. സോ അത്തരത്തിലുള്ള ഒരു ഇവൻറ്റ് വരുന്ന ഞായറാഴ്ച ജൂലൈ 12-ാം തീയതി കോഴിക്കോട് വെച്ച് നടക്കുകയാണ്. ഈ ഇവൻറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടാണ് നിങ്ങൾ വരേണ്ടത്. രജിസ്ട്രേഷൻ വെക്കുന്നത് നിങ്ങൾ വരുന്ന ആ ഒരു എൻറ്റയർ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഭക്ഷണം തയ്യാറാക്കുക, അതിന് എത്ര പേര് വരുന്നു എന്നുള്ളതിൻ്റെ കൗണ്ട് കിട്ടുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ വെക്കുന്നുണ്ടാവും. അതുകൊണ്ട് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ രാവിലെ 8:30-9 മണിയോടുകൂടി പ്രോഗ്രാം ആരംഭിക്കും. 2-3 സെഷൻസ് നിങ്ങൾക്ക് കോമൺ ആയിട്ട് കിട്ടുന്നുണ്ടാവും എല്ലാവർക്കും വേണ്ടിയിട്ട്. അതായത് മനഃശാസ്ത്രപരമായിട്ടുള്ള സെഷൻസ് ഉണ്ടാവും. എങ്ങനെയാണ് നമ്മളൊരു ഒരു ഒരു ദുർഘടമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, എങ്ങനെയാണ് ചിന്തകളെ നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, നമ്മുടെ ചിന്തകൾ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസിഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം നമ്മളുടെ നീറ്റ് ജേണി, നമ്മൾ ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്കോർ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു സെഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടാവും. അതിനുശേഷം ഈ സെഷനിലെല്ലാം നമ്മൾ വളരെ ഒഫീഷ്യലായിട്ട് തന്നെ ഒരു ഫോം എല്ലാം വെച്ച് അതിന് വേണ്ടിയിട്ടൊരു ക്വസ്റ്റനെയർ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ഡോപ്പയിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന DNAT എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്, ഡോപ്പ നീറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന തരത്തിലുള്ള പ്രിപ്പറേഷൻ അനാലിസിസ് നമ്മൾ ചെയ്യാറുണ്ട്. ഈ പ്രിപ്പറേഷൻ അനാലിസിസിൻ്റെ ഒരു രൂപമാണ് നമ്മൾ അവിടെ നിന്ന് ചെയ്യുന്നുണ്ടാവുക. അത് ചെയ്തതിന് ശേഷം അധ്യാപകരും സൈക്കോളജിസ്റ്റുകളും കൗൺസിലേഴ്സും മറ്റാളുകളും ഡോക്ടേഴ്സും എല്ലാവരും അടങ്ങുന്ന പാനൽ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, സ്റ്റുഡൻ്റ് ഒറ്റയ്ക്കോ സ്റ്റുഡൻറ്റും പേരൻറ്റും ഒരുമിച്ചോ ഈ പാനലിലുള്ള ഓരോരുത്തരോടും ഡയറക്റ്റ്ലി 1-to-1 ആയിട്ട് സംസാരിച്ച് നമ്മൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി നമ്മളുടെ മുന്നോട്ടുള്ള പാത്തിലേക്ക്. ചില ആളുകൾ തീർച്ചയായിട്ടും വേറൊരു കോഴ്സിലേക്ക് മാറിപ്പോകേണ്ട ആളുകളായിരിക്കും. ചില ആളുകൾ ഈ നീറ്റിന് വേണ്ടി തന്നെ ഒരു വട്ടം കൂടി പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതാവുന്ന ആളുകളായിരിക്കും. പക്ഷേ ഇത് ആരാണ് നീറ്റിന് വേണ്ടിയിട്ട് നല്ലവണ്ണം വീണ്ടും പ്രിപ്പയർ ചെയ്യേണ്ടത്, ആരാണ് മറ്റൊരു കോഴ്സിലേക്ക് പോകേണ്ടത്, ഇനി മറ്റൊരു കോഴ്സിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഒരു ഒരു ഗിൽറ്റ് ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് എങ്ങനെ പോകാൻ വേണ്ടി പറ്റും, എങ്ങനെ അതിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള പോലത്തെ ഒരു കാര്യം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ്, നിങ്ങൾ
ഞായറാഴ്ച ദിവസം നമ്മുടെ കാലിക്കറ്റിൽ നടക്കുന്ന ഡോക്ടർ ഭാട്ടിയ ഹാളിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങളുടെ ചിന്താഗതികൾ കുറച്ചുകൂടി ലൂസാക്കാനും കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ ചിന്തിച്ച് നമുക്കൊരു ഡിസിഷനിലേക്ക് എത്താനും സാധിക്കുന്ന ഒരു ഇവൻ്റ് ആയിരിക്കും അത് ഉണ്ടാവുക എന്നുള്ളതാണ്. പോസ്റ്റ് നീറ്റ് ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു കാര്യം അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ബാധ്യതയാണ്. കാരണം നമ്മൾ നീറ്റിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസിനെയും പാരൻസിനെയും ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ ഇരുത്തി നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിച്ച് അതിന് വേണ്ടിയിട്ട് വിടുന്ന ആളുകളാണ്. അപ്പോൾ നീറ്റ് കഴിഞ്ഞതിന് ശേഷവും ഇവരെ ഗൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, തോട്ട് ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു അർപ്പിതമായിട്ടൊരു ബാധ്യതയായിട്ട് കണക്കൂട്ടുന്നു. അത് നിങ്ങളിലേക്ക് ചെയ്യാനും അതുവഴി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരുപാട് പ്രൊഫഷണലുകളെ സമൂഹത്തിന് സംഭാവന ചെയ്യുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റണം എന്നാണ് നമ്മളുടെ ആഗ്രഹം ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് കേരളത്തിലുള്ള മുഴുവൻ നീറ്റ് ആസ്പിരൻസിനെ അവരുടെ പേരൻസിനെയാണ് കാലിക്കറ്റിലേക്ക്. നിങ്ങൾ എത്ര ദൂരെ നിന്നാണെങ്കിൽ പോലും, മേ ബി തിരുവനന്തപുരത്ത് നിന്നായിരിക്കാം, മേ ബി കൊല്ലത്തു നിന്നായിരിക്കാം, എറണാകുളത്തു നിന്നായിരിക്കാം, കാസർഗോഡ് നിന്നായിരിക്കാം, മലപ്പുറത്തു നിന്നായിരിക്കാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള രൂപങ്ങൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ദൂരങ്ങൾ ട്രാവൽ ചെയ്തിട്ട് നിങ്ങൾ എത്തേണ്ട ആളുകളുണ്ടാവും. നിങ്ങൾ ട്രാവലും മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക. ഓർക്കുക, നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് തീരുമാനം എടുക്കാൻ, നമ്മൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഇവൻറ്റിലേക്കൊക്കെ വന്ന് നിങ്ങൾ അവിടെ ഇരുന്ന് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് അതിനുവേണ്ടി മാത്രം തീരുമാനം എടുക്കുക എന്നുള്ള രൂപത്തിൽ മാത്രമായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ നിന്നൊരു റിസൾട്ട് പുറത്തേക്ക് വരുന്നുണ്ടാവും. ആ റിസൾട്ട് നമ്മളുടെ ഭാവിയിലേക്കുള്ള ഒരു വാതിലായി മാറാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടാവുക. ആൻഡ് അതിനു വേണ്ടി നിങ്ങൾ എല്ലാവരെയും തന്നെ ഒരിക്കൽ കൂടി ഞായറാഴ്ച 12-ാം തീയതി നമ്മുടെ കാലിക്കറ്റിലുള്ള ഡോക്ടർ ഭാട്ടിയ ഹാളിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അവിടെ നമ്മളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു ദിവസം കൊണ്ട് തന്നെ പരമാവധി ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഡേ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. വിൽ സീ യു ഫ്രം ഡോക്ടർ ഭാട്ടിയ ഹാൾ 12th ജൂലൈ രാവിലെ 9 മണി മുതൽ. ബൈ.